ഈ സിനിമയുടെ കണ്ടന്റ് അപ്പുറത്തേക്ക് മോഹൻലാലിന്റെ നടനെയും കൂടെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം നടക്കുന്നതായിട്ട് ലിജോയ്ക്ക് തോന്നി. ഇത് ഞാൻ പറയും, ഇതെല്ലാം ഒരു കോമൺ ആസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് തന്നെ. അല്ലാതെ ഇത് നമ്മുടെ സിനിമ നമ്മൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും 100% കൊടുത്ത് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണ്. ഞങ്ങൾ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ഓണസ്റ്റോടുകൂടി മുന്നോട്ട് വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും നമ്മൾ ദയവ് ചെയ്ത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല. ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള 28 ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. അപ്പോൾ ആ തിയേറ്റർ അനുഭവം അതിൻ്റെ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല വിഷ്വലിൽ തന്നെ മലയാളി കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത്. അത് തന്നെ. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് പടം കാണാൻ. ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നെഗറ്റീവ് വന്ന് അത് കുറച്ച് താഴ്ന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ലിജോ എന്ന ഡയറക്ടറിനെ എല്ലാവരും ഇട്ട് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ് സിനിമയിൽ എന്നുള്ളത്, എന്താണ് വാല്യൂ എന്ന സിനിമയിൽ ഡയറക്ടർ മുന്നോട്ട് വരുന്നത്? ഇത് ഇപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട്, അതായത് ഈ ലാലേട്ടനെ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയാണ്. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള്, അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് പീസ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പം തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത്. അപ്പോൾ അതിന് എല്ലാം ചേർന്ന് വന്നു. ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പിൽ എനിക്ക് തോന്നുന്നു, അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസിൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായി കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കത്. അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ.